കോൺഗ്രസ് പാർട്ടി കാത്തിരുന്ന സുദിനം പിറക്കുകയാണ്. 2 പതിറ്റാണ്ടുകളായി നേതാക്കളും അണികളും ഒരുപോലെ ആവശ്യപ്പെടുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്ററി പ്രവേശനം. ഒടുവിൽ മുതിർന്ന നേതാക്കളുടെ ആശംസകളോടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുകയാണ്. ചോദിക്കാനും പറയാനും പ്രതിപക്ഷ നേതാക്കൾ ഇല്ലാതിരുന്ന ഒരു ദശാബ്ദക്കാലത്തെ കെട്ടകാലത്തിന് കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി അവസാനമാകുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന മുന്നണി നേതാക്കളുടെ യോഗത്തിലാണ് ഐകകണ്ഠേന രാഹുലിനെ നേതാവാക്കാൻ തീരുമാനമെടുത്തത്. രാഹുൽ പ്രതിപക്ഷ നേതാവാകുമെന്ന കാര്യം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് അറിയിച്ചത്. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി മുന്നണി യോഗം തെരഞ്ഞെടുത്തത് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി പ്രോട്ടേം സ്പീക്കർ ഭർതൃഹരി മഹ്താബിന് കത്ത് നൽകുകയും ചെയ്തതോടെയാണ് ഔദ്യോഗികമായി രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായി പാർലമെന്ററി പാർട്ടി യോഗം തെരഞ്ഞെടുത്തിരുന്നു. 2014-ലും 2019-ലും സീറ്റെണ്ണം ഗണ്യമായി കുറഞ്ഞ കോൺഗ്രസിന് ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് സ്ഥാനം ലഭിച്ചിരുന്നില്ല. 10% കൂടുതൽ സീറ്റില്ലാത്ത പാർട്ടിക്ക് ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാത്തത് കൊണ്ടായിരുന്നു കോൺഗ്രസിനെ തടഞ്ഞത്. 2014-ൽ സോണിയാഗാന്ധിയും 2019-ൽ അധീർ രഞ്ജൻ ചൗധരിയുമായിരുന്നു കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ്. രാഹുലിനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം പ്രതിപക്ഷ പാർട്ടികൾ 2 കൈയും നീട്ടി സ്വീകരിച്ചു എന്നതാണ് പ്രത്യേകത. അതിൽ മമതാ ബാനർജി സ്വീകരിച്ച നിലപാടും എടുത്തു പറയേണ്ടതാണ്. ഒരക്ഷരം പോലും രാഹുലിന്റെ കാര്യത്തിൽ മമതാ ബാനർജി എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. നേരത്തെ തരം കിട്ടുമ്പോൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുവാനാണ് മമതാ ബാനർജി താല്പര്യം കാട്ടിയത്. എന്നാൽ ഭാരത് ജോഡോ യാത്ര നടത്തി രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നാകെ ഞെട്ടിച്ചതോടെയാണ് രാഹുൽ പ്രിയങ്കരനായി മാറിയത്. ഇതോടെയാണ് മികച്ച നേതാവാകാൻ രാഹുലിന് സാധിക്കുമെന്ന് മമതയും തിരിച്ചറിഞ്ഞത്. ഏറ്റവും ഒടുവിലായി 100-ൽ പരം MP-മാരെ കോൺഗ്രസ് പാനലിൽ വിജയിപ്പിക്കാനായതോടെ പ്രതിപക്ഷത്തിനും രാഹുൽ ഗാന്ധി സ്വീകാര്യനായി എന്നും കാണാം. ഇന്ത്യ സഖ്യത്തിലെ മറ്റു നേതാക്കളെ പോലെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ ഗാന്ധിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തത്. സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയ രാഹുലിനെ വലിയ ആവേശത്തോടെയാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയ് ഹിന്ദ്, ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്താനും രാഹുൽ മറന്നില്ല. രാഹുലിന്റെ സത്യപ്രതിജ്ഞാ വേളയിൽ പ്രതിപക്ഷ MP-മാർ ജയ് ഇന്ത്യ, ഭാരത് ജോഡോ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് സന്തോഷം പങ്കിട്ടത്.